ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പലരും പല കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കുന്നത് കൂടെ അനുയായികളുണ്ട് എന്ന രൂപത്തിലാണ്. എന്നെ സഹായിക്കാൻ ആളുണ്ട്, എനിക്ക് കുറെ ഫാൻസ് ഉണ്ട്, കുറെ ഫോളോവേഴ്സ് ഉണ്ട്, അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാകും, പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടും ചെയ്യുന്ന വീഡിയോയുടെ വ്യൂവേഴ്സും ലൈക്കും ഷെയറും നമ്മളെ പൊളിയാണെന്ന് പറയുന്ന കമന്റ്സും ഒക്കെ കണ്ട് പല കാര്യങ്ങൾക്കും ഇറങ്ങി തിരിച്ചാൽ പല സന്ദർഭങ്ങളിലും നമ്മൾ ബാക്കിയാകും. പണം തരാൻ ആളുണ്ടാകും, പിന്തുണയ്ക്കാൻ ആളുണ്ടാകും, സഹായിക്കാൻ ആളുണ്ടാകും. പക്ഷേ നഷ്ടങ്ങളും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ഒറ്റയ്ക്കേ ഉണ്ടാകും. നികത്താനാകാത്ത നഷ്ടങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. മാനമുള്ളവർക്ക് മാനം, സമ്പത്തുള്ളവർക്ക് സമ്പത്ത്, കുടുംബത്തിന്റെ അഭിമാനം ഉള്ളവർക്ക് അങ്ങനെ. എല്ലാവർക്കും ഉണ്ട്, നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. എനിക്കുണ്ട്, അതുകൊണ്ട് ഞാനത് സൂക്ഷിക്കും. എല്ലാവരെയും ആ ഗണത്തിൽപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഫാൻസിനെ കണ്ടിട്ട് പല കാര്യങ്ങളിലും ഇറങ്ങിത്തിരിക്കും. പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കാൻ ഒറ്റയ്ക്കേ ഉണ്ടാകൂ എന്നത് കാലം നമുക്ക് തെളിയിച്ചു തന്ന യാഥാർത്ഥ്യമാണ്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഒരുപാട് ഫാൻസ് ഉണ്ടാകും. അവര് നമ്മളെ വാനോളം പൊക്കും, കട്ടയ്ക്ക് കൂടെ ഉണ്ടാകും, ധൈര്യമായിട്ട് പൊയ്ക്കോ എന്ന് പറയും. അതൊക്കെ നമുക്ക് കേൾക്കാം, ശരി, സന്തോഷിക്കാം. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും മൂമെന്റ്സ് വെച്ചാൽ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാൻ ആളുണ്ടാകും. പക്ഷേ ഞാൻ നിയമപരമായിട്ടൊരു പോരാട്ടം നടത്തിയാൽ അനുഭവിക്കാൻ അവനവൻ്റെ കുടുംബം മാത്രമേ ഉണ്ടാവൂ. ഏതാണ്ട് ഇന്നിപ്പോൾ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, 100ഓളം ആളുകൾക്ക് കോപ്പിറൈറ്റ് അടിക്കാൻ പറ്റുന്ന സംവിധാനം. ഒരുപാട് പേരെൻ്റെ വീഡിയോസ് എടുത്തിട്ടേക്കാണ്. വിമർശിക്കാനുമുണ്ട്, അനാവശ്യങ്ങൾ പറയാൻ വേണ്ടി വീഡിയോ എടുത്തിരിക്കുന്ന ആളുകളുമുണ്ട്. ഞാൻ ആകെ അത് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ബോച്ചെ ശരിക്കും അനുഭവിച്ചു. കാരണം ഫാൻസുകളെ കണ്ട തിളപ്പിന് ഇറങ്ങിത്തിരിച്ചു. പലപ്പോഴും അയാള് നമുക്കറിയാം കോടീശ്വരനായ കോമാളിയാണ്. പക്ഷേ കേരളത്തിലെ മലയാളികൾക്കിടയിൽ അയാൾ നല്ല ഒരു സ്ഥാനം പിടിച്ചത് അബ്ദുറഹീമിന്റെ പിരിവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അതായത് സൗദിയിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കോടികൾ ചെലവഴിച്ച് ബോച്ചയ്ക്ക് വേണ്ടത് പോപ്പുലാരിറ്റിയാണ്. അതുവഴി ഒരുപാട് മുസ്ലിം ഫാൻസിനെയും ബോച്ച നേടിയെടുത്തു. ബോച്ചെ നന്നായിട്ട് വ്യവസായ ടെക്നിക്കുകൾ അറിയുന്ന ഒരു വ്യവസായിയാണ്, ഒരു നല്ല ബിസിനസ്സുകാരനാണ്. തൻ്റെ ബിസിനസ് ഒരു പരസ്യവുമില്ലാതെ കോമാളിത്തരം കാണിച്ച് എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കുന്ന ആളാണ്. ഇപ്പൊ ബോച്ചയെ ഒരു വിഭാഗം ആളുകൾ വിമർശിക്കുമ്പോഴും അയാളുടെ ബിസിനസ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. ബോച്ചയുടെ ഫാൻസ് ഒക്കെ മുങ്ങിയെന്നാണ് നമ്മുടെ ഷാജൻ പറയുന്നത്. നോക്കാം. ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ച കേരളത്തിലെ ഒരു കൾട്ട് ഫിഗറാണ്. അദ്ദേഹത്തിന് ബോച്ച ഫാൻസ് ഉണ്ട്. ബോച്ച ഫാൻസുകാർ തന്നെ ലക്ഷക്കണക്കിനുണ്ട്. ബോച്ച ഫാൻസിന്റെ യോഗമൊക്കെ ഇടയ്ക്കിടെ ചേർക്കാറുണ്ട്. പക്ഷെ അന്ന് മുതൽ ഞങ്ങൾ പറയുമായിരുന്നു, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ജീവനക്കാരും ഡീലർമാരും ഏജന്റുമാരും ഏതെങ്കിലും തരത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ തട്ടിപ്പ് സാമ്രാജ്യവുമായി ബന്ധമുള്ളവരാണ് ഈ ഫാൻസ് ആയി രംഗത്ത് വരുന്നത്. ചില നിഷ്കളങ്കരായ മനുഷ്യർ ഈ ഫാൻസിനെ കണ്ട് ആവേശം പറഞ്ഞ് കൂടാറുണ്ട്. അതിനപ്പുറത്തേക്ക് ബോബി ചെമ്മണ്ണൂരിന് അടിസ്ഥാനപരമായി ഫാൻസ് ഇല്ല. ബോബി ചെമ്മണ്ണൂർ കൈവച്ചിടത്തെല്ലാം കുഴപ്പമാണ്. തട്ടിപ്പും വെട്ടിപ്പും ധാരാളം നടത്തിയിട്ടുണ്ട്. ജീവനക്കാർ പോലും അതൃപ്തരാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിലെ ഒരു ജീവനക്കാരിയെ പരിചയപ്പെടുകയുണ്ടായി. ഞാൻ അവരോട് വിശദമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അല്ലാത്ത പ്രഷറാണ്. അവിടെ നിന്ന് മുകളിൽ നിന്ന് ഓരോ നിർദ്ദേശങ്ങളെ, ചീത്തവിളികളെ, എന്നിട്ട് പ്രത്യേകിച്ച് NCD പ്രഖ്യാപിക്കുമ്പോഴാണ് ആളെ എടുക്കുന്നത്. NCD പരിചയക്കാരെയൊക്കെ എങ്ങനെയെങ്കിലും ചെറുമതി തിരിച്ചുവിടും. ഇത്തരത്തിൽ എങ്ങനെയെങ്കിലും ഒക്കെ ആളെ ചേർത്ത് ലാഭമുണ്ടാക്കുന്ന, മറ്റുള്ളവരുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പണമെടുക്കുന്ന ഒരു തട്ടിപ്പ് കമ്പനിയായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ബോബി ചെമ്മണ്ണൂർ. ഫാൻസ് എന്ന് പറയുന്നത് യഥാർത്ഥ ഫാൻസ് അല്ല എന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലെ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റും കോടതിയിലെ നാടകീയ നീക്കങ്ങളും. ബോബി ചെമ്മണ്ണൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ വലിയ തോതിൽ സംഘർഷം ഉണ്ടാകുമെന്നായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടൽ. കാരണം ബോബി ചെമ്മണ്ണൂർ ഫാൻസ് പല ഭാഗങ്ങളിലും ഓട്ടോയിലും മറ്റും കോടതി വളപ്പിലേക്ക് എത്തുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ റിപ്പോർട്ടർ ചാനൽ പ്രസിദ്ധീകരിച്ചു കൊടുത്തു. വാസ്തവത്തിൽ ഈ നാട്ടിൽ നടക്കുന്ന ഇത്തരം എല്ലാ ക്രിമിനൽ പ്രവർത്തികൾക്കും കൂടെ പിടിക്കുന്നതും കൂട്ടു നിൽക്കുന്ന റിപ്പോർട്ടർ ചാനലാണ്. അവരുടെ ഒരു പാരമ്പര്യമായിരിക്കും. എന്തായാലും അങ്ങനെയൊക്കെ അവർ പ്രതീക്ഷിച്ചെങ്കിലും ആരും എത്തിയില്ല. ആകെപ്പാടെ 4-5 പേർ മാത്രമാണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ബഹളം വെച്ചുകൊണ്ട് മുമ്പിൽ ഇറങ്ങിയത്. ഈ 4-5 പേർ യഥാർത്ഥത്തിൽ ഫാൻസ് ആയിരുന്നില്ല. കാരണം ഇതുവരെ നമുക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നി, അവരുടെ പ്രവർത്തനങ്ങളോട് താല്പര്യം തോന്നി, അവരാരെയെങ്കിലും തെറി വിളിക്കുകയോ തന്തയ്ക്ക് വിളിക്കുകയോ പണി കൊടുക്കുകയോ ചെയ്താൽ അതിൽ ആകൃഷ്ടരായി നമ്മൾ അവരുടെ പിന്നാലെ ഇറങ്ങി തിരിച്ചാൽ നമ്മളും തൂങ്ങുമെന്ന് അവർക്കറിയാം. ബോച്ചയുടെ കൂടെ കൂടിയാൽ നമ്മളും കുരുങ്ങും. മാധ്യമങ്ങളിൽ നമ്മുടെ ഫോട്ടോകൾ വരും.
അതുകൊണ്ട് അത്തരം പണിക്കൊന്നും ഫാൻസ് ഇല്ല, 3-4 പേര് മാത്രം. ബോബി ചെമ്മണ്ണൂരിന്റെ ഇടതും വലതും ചേർന്ന് നടക്കുന്ന തന്ത്രപ്രധാനമായ പദവികളിൽ ഇരിക്കുന്നവരായിരുന്നു. അതിലൊരാൾ സ്വാതി റഹ്മാൻ. ഈ സ്വാതി റഹ്മാൻ ബോബി ചെമ്മണ്ണൂർ ബോച്ചേറ്റിയുടെ സൂത്രധാരനാണ്. ഓരോ പദ്ധതിക്കും ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്നത് ബോച്ചേറ്റിയുടെ സൂത്രധാരനും ആസൂത്രകനും സ്വാതി റഹ്മാനാണ്. ഇയാൾ തട്ടിപ്പ് കേസിൽ ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. 2023 സേവ് ബോക്സ് എന്ന പേരിൽ ഇയാൾ ഒരു നിക്ഷേപ തട്ടിപ്പ് നടത്തി. 25 ലക്ഷം രൂപ വരെ ലാഭം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക തരം നിക്ഷേപ സമ്പ്രദായവുമായി അയാൾ രംഗത്ത് വന്നു. പക്ഷേ ആളുകൾക്കെല്ലാം പണം നഷ്ടപ്പെട്ടതിന്റെ ഉദ്ഘാടനം സിനിമാക്കാരെയൊക്കെ ചേർത്തായിരുന്നു. സിനിമാക്കാർക്ക് ഇയാൾ പുതിയ ഐഫോൺ കൊടുക്കുന്നു, പക്ഷേ അത് പഴയ കേട ഐഫോൺ തട്ടിക്കൂട്ടി പുതിയ കവറിലിട്ട് കൊടുത്തതാണ്. അവരെ പറ്റിച്ചൊന്ന് തിരിച്ചറിഞ്ഞു. ഒരാൾക്കും പണം കിട്ടിയില്ല. ഈ നിക്ഷേപ തട്ടിപ്പിന്റെ പേരിൽ അയാൾ ജയിലിലായി. ഈ സ്വാതി റഹ്മാനായിരുന്നു ഇതിൽ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഫാൻസ് എന്ന പേരിൽ മുമ്പിൽ നിന്ന ഒരാൾ. ബോബി ചെമ്മണ്ണൂരിന്റെ രണ്ടാമൻ എന്ന് പറയുന്ന അനിൽ CP ആണ്. ഞാൻ അനിൽ CPയുടെ കാര്യം പറഞ്ഞിരുന്നു. അനിൽ CP നമ്മൾ അവിടെ നിന്നും കണ്ടേയില്ല. അനിൽ CP ബോധപൂർവ്വം ക്യാമറ കണ്ണിൽ പെടാതെ മാറി നിന്നു. കാരണം അനിൽ CPയുടെ വാസത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ തട്ടിപ്പിലെ ഏറ്റവും വലിയ ഗുണഭോക്താവ്. ഇതൊരു മണി ചെയിൻ മോഡലാണ്. എവിടെ എന്ത് തട്ടിപ്പിലൂടെ പണം ശേഖരിച്ചാലും ആദ്യം അതിന് വിഹിതം കിട്ടുന്നത് അനിൽ CPക്കാണ്. അതുകൊണ്ട് അനിൽ CPയെ ബോധപൂർവ്വം മാറി നിന്നു. പിന്നീട് ജിജോ VL, പിന്നെ അലൻ, കല്യാണി, സ്വരാജ്. ഈ സ്വരാജിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. സ്വരാജാണ് CFO അറിയപ്പെടുന്നത്. ഈ സ്വരാജ് അദ്ദേഹം CF എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒന്നുമല്ല. വളരെ കൂർബുദ്ധിയുള്ള ആളാണ് സ്വരാജ്. ദുബായ് ബേസ് ചെയ്തുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ചുക്കാൻ പിടിക്കുന്ന സ്വരാജ് എപ്പോഴും അദ്ദേഹം ദുബായിൽ പോയിക്കൊണ്ടേയിരിക്കും. എവിടെയാണ് എന്റെ സെർവർ പ്രവർത്തിക്കുന്നത്, ഇവിടെ എന്തെങ്കിലും റൈഡോ പരിശോധന ഉണ്ടായാൽ അപ്പോൾ തന്നെ സെർവർ അവിടെ ഡൗൺ ആക്കും. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് സ്വരാജാണ്. ഒരു മീൻ കച്ചവടക്കാരനെ തുടങ്ങി പിന്നീട് സെയിൽസ് ഏജന്റ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഡയമണ്ട് വിഭാഗത്തിന് ഹെഡായി മാറിയ ആളാണ് ജിജോ. ഈ അലൻ എന്ന് പറയുന്ന ആൾ, ഇതാണ് ഇദ്ദേഹത്തിന്റെ ഒരുപാട് സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടിയാണ് 34 കോടി പിരിവിനു വേണ്ടി മുസ്ലിങ്ങളുടെ പിന്തുണയ്ക്കു വേണ്ടി കാക്ക ഇറങ്ങി തിരിച്ചത്. കാക്ക അന്ന് കിട്ടിയത് ഒരു നന്മ മരത്തിന്റെ വേഷമായിരുന്നു. പറ്റിക്കാൻ എളുപ്പം അതാണല്ലോ. ആദ്യ പേരിലുള്ള കമ്പനികളുടെ ഒക്കെ ഡയറക്ടർ സ്ഥാനമുള്ള ആൾ അലനാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ പേരിൽ കമ്പനികൾ കുറവാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. മിക്കതും മറ്റു പലരുടെയും കമ്പനികൾ. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ആളാണ് അലൻ. കല്യാണി എന്ന് പറയുന്ന ആൾ കള്ളു ഷാപ്പ് ലൈസൻസ് കല്യാണിയുടെ പേരിലാണ്. ഇവർക്ക് മാത്രമായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നതും തടയാൻ കൂട്ടുനിന്നതും. ഈ ഫാൻസുകാർ ആരും യഥാർത്ഥത്തിൽ എത്തിയില്ല. ഫാൻസുകാർ എന്ന പേരിൽ ഒരു ഗുണ്ടാസംഘം, യഥാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ എല്ലാ തട്ടിപ്പുകൾക്കും കുടപിടിക്കുന്ന സ്വാതി റഹീമിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗുണ്ടാസംഘമായിരുന്നു ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി വാഹനം തടഞ്ഞതും ഫാൻസ് എന്ന പേരിൽ അലറിക്കരുന്നത്. വാസ്തവത്തിൽ എറണാകുളത്ത് മാത്രം ബോബി ചെമ്മണ്ണൂരിന് 300ഓളം ജീവനക്കാരുണ്ട്. അങ്കമാലിയിലും ആലുവയിലും ഒക്കെ വേറെ ജീവനക്കാരുണ്ട്. ഈ ജീവനക്കാർ ഒരുമിച്ച് വന്നാൽ പോലും ഒരു പ്രതിഷേധം രൂപപ്പെടുവാൻ അതിന് പോലും അവർ തയ്യാറായില്ല. അത് ജീവനക്കാരും അതൃപ്തരാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന മിക്കവരുടെയും അവസ്ഥ, അവർ പരസ്യമായി കമ്പനിയെ പിന്തുണയ്ക്കുകയും ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി പോസ്റ്റ് ഇടുകയും ബോബി ചെമ്മണ്ണൂർ വിമർശിക്കുന്നവരെ തെറിവിളിക്കുകയും ചെയ്യുമ്പോഴും നേരിട്ട് കാണുമ്പോൾ അവർ അതൃപ്തി അറിയിക്കാറുണ്ട്. എനിക്ക് വ്യക്തിപരമായി അനുഭവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഒരു ഫാൻസും വന്നില്ല, ഒരു ജീവനക്കാരും വന്നില്ല. ഈ സ്വാതി റഹീമിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗുണ്ടാസംഘം മാത്രമായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ സംരക്ഷണം ഒരുക്കാൻ എത്തിയത്. വാസ്തവത്തിൽ ആ സംരക്ഷണം ഒരുക്കാനുള്ള അവരുടെ നീക്കം ബോബി ചെമ്മണ്ണൂർ വലിയ തിരിച്ചടിയായേക്കും എന്ന റിപ്പോർട്ടുമുണ്ട്. കാരണം ബോബി ചെമ്മണ്ണൂരിനെ കോടതി വിധിക്കനുസരിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പോലീസ് വേണ്ടി തടയുകയൊക്കെ ചെയ്തു. ഇതിനെല്ലാം വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ വരുമ്പോൾ ഇത് തിരിച്ചടിയായി വരും എന്ന റിപ്പോർട്ടുണ്ട്. കാരണം ബോബി ചെമ്മണ്ണൂരിനെ രക്ഷിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു, തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു, ജയിൽ അടയ്ക്കാതിരിക്കാൻ ശ്രമിച്ചു, നീതി അട്ടിമറിക്കാൻ ശ്രമിച്ചു, പോലീസിന്റെ ഔദ്യോഗിക ഡ്യൂട്ടിക്ക് തടസ്സപ്പെടുത്തി എന്നൊക്കെ പോലീസിന് പറയാൻ കഴിയുന്ന സാഹചര്യമാണ് വാസ്തവത്തിൽ ഗുണ്ടാസംഘം ഒരുക്കി കൊടുത്തത്. അതായത് ബോബി ചെമ്മണ്ണൂർ ജാമ്യം കിട്ടാനുള്ള അവസരം അവർ ഇല്ലാതാക്കുകയാണ് വാസ്തവത്തിൽ ഈ പണി വിളിച്ചത്. പോലീസ് വിശദമായി തന്നെ അതിന് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഇതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അവസ്ഥ. ബോബി ചെമ്മണ്ണൂരിനെ കോടതി വിധിച്ചിട്ട് ആ വിധി നടപ്പിലാക്കാൻ സമ്മതിക്കാത്ത ഗുണ്ടാസംഘവും സ്വാധീനം അവരുള്ളപ്പോൾ പിന്നെ എങ്ങനെ ബോബി ചെമ്മണ്ണൂർ പുറത്തു നിന്നാൽ ശരിയാവും എന്നതാണ് അവർ ചോദിക്കുന്നത്. മാത്രമല്ല ബോബി ചെമ്മണ്ണൂരിന്റെ പേരിൽ മറ്റു പല കേസുകളുണ്ട് എന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വഞ്ചന കേസ് പലയിടങ്ങളിലും, വയനാട് മേപ്പാടിയിലടക്കം പലയിടങ്ങളിലും തട്ടിപ്പ് വഞ്ചന കേസുകളുണ്ട് എന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതുവരെ നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇതേക്കുറിച്ച് ഇതുവരെ അക്ഷരം പോലും പറഞ്ഞിരുന്നില്ല. ഞങ്ങൾ പണ്ട് മുതൽ ഇത് പറയാറുണ്ടായിരുന്നു. ഒരുപാട് തട്ടിപ്പ് കേസുകളിലെ പ്രതിയാണ്. അതൊക്കെ ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുകയാണ്. വാസ്തവത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ഫാൻസ് ഒക്കെ കള്ളന്മാരായിരുന്നു. അവരാരും ആപത്ത് സമയത്ത് രക്ഷിക്കാൻ എത്തിയില്ല. ഇതൊക്കെ വെറുതെ ഊതി വെറുപ്പിച്ചൊരു ബലൂൺ. ഒരവസരം വന്നപ്പോൾ ഫാൻസ് ഓടി. ഇത്രയേ ഉള്ളൂ ഫാൻസിന്റെ കാര്യം. എന്തു വന്നാലും അതിന്റെ നെഗറ്റീവ് അനുഭവിക്കാൻ കുടുംബം മാത്രമേ കൂടെ ഉണ്ടാവൂ. ഒരു കേസ് വന്നു, ജാമ്യം എടുക്കണം. ജാമ്യം എടുക്കാൻ വേണ്ടി ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ചു നോക്കിക്കേ, നികുതി ചീട്ടുമായിട്ടൊന്ന് വരാൻ പറഞ്ഞു നോക്കിക്കേ. കേസിന്റെ നടത്തിപ്പിനായിട്ട് ഇത്ര രൂപ വേണമെന്ന് നോക്കി പിരിവിന് ഇടുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. വ്യക്തിപരമായി ആരോടെങ്കിലും ഒന്ന് സഹായം ചോദിച്ചു നോക്കിക്കേ. ഇതൊക്കെ വെറി പിടിപ്പിക്കാനും ഓരോ കാര്യങ്ങളിലേക്കും നമ്മളെ തള്ളിയിടാനും ഒരുപാട് പേരുണ്ടാവും. അനുഭവിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിയുണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് 1, 2, 3 ഒക്കെ അനുഭവങ്ങൾ വന്നാലെങ്കിലും പഠിക്കണം. എന്തായിരുന്നാലും ബോച്ചയെ പോലീസിന് എറിഞ്ഞു കൊടുത്തിട്ട് അണികളോടി. നന്ദി.